അങ്ങനെ നമ്മുടെ വേപ്പിലക്കട്ടി റെഡി ആയിട്ടുണ്ട്. ചൂടുള്ള ചോറിൻ്റെ കൂടെ ഇത് കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. വയറ് നിറയെ ചോറിനാൻ വേപ്പിലക്കട്ടി മാത്രം മതി. ഇത് കുറേ നാൾ കേടുകൂടാതിരിക്കും. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വേപ്പിലക്കട്ടിയാണ്. കരുതൽ എന്ന പരമ്പരയിലെ 14ാമത്തെ വീഡിയോ ആണിത്. എല്ലാവർക്കും ഇഷ്ടമാവുന്ന പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഈ ചമ്മന്തിപ്പൊടി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. വേപ്പിലക്കട്ടി ഉണ്ടാക്കാനായിട്ട് നമ്മളിവിടെ 30 തണ്ട് കറിവേപ്പില നന്നായി കഴുകി കാറ്റത്ത് ഉണക്കിയെടുത്തിട്ടുണ്ട്. ഈ കറിവേപ്പില എൻ്റെ വീട്ടുമുറ്റത്ത് തന്നെ വളരുന്നതാണ്. അഥവാ നിങ്ങളിത് മാർക്കറ്റിൽ നിന്നാണ് വാങ്ങുന്നതെങ്കിൽ അല്പനേരം മഞ്ഞൾ കലർത്തിയ വെള്ളത്തിൽ മുക്കി വെച്ച ശേഷം കഴുകിയെടുക്കുന്നത് നല്ലതാണ്. ഇത് മൊത്തത്തിൽ 240 ml ഈ അളവ് ഗ്ലാസ്സിൽ 2 ഗ്ലാസ് നിറയെ കറിവേപ്പില ഉണ്ടാകും. കറിവേപ്പില കൂടാതെ അതേ അളവ് ഗ്ലാസ്സിൽ 3 ഗ്ലാസ് തേങ്ങ ചിരവിയതെടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു തേങ്ങയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത് നല്ല വിളഞ്ഞതാണെങ്കിൽ കൂടുതൽ നല്ലതാണ്. തേങ്ങ ഒരേപോലെ നൈസായി ചിരവിയെടുക്കുകയാണെങ്കിൽ ഇത് നമുക്ക് വറുത്തെടുക്കാൻ എളുപ്പമുണ്ടാകും. ഇവ കൂടാതെ ഒരു കഷ്ണം ഇഞ്ചി, 10 അല്ലി വെളുത്തുള്ളി, 4 ടേബിൾ സ്പൂൺ ഉഴുന്ന്, ഒരു വലിയ ഉരുള വാളംപുളി കുരുകളഞ്ഞത്, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി എന്നിവ എടുത്തിട്ടുണ്ട്. ഇത് കൂടാതെ 1 ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയും ആവശ്യത്തിനൊപ്പം നമുക്ക് വേണ്ടി വരും. തേങ്ങ വറുത്തെടുക്കുമ്പോൾ പെട്ടെന്ന് ചേർക്കേണ്ടത് കാരണം ചേരുവകളെല്ലാം നമ്മൾ ആദ്യമേ തയ്യാറാക്കി വെക്കണം. ഇതിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്ക് ചെറുതായി അരിഞ്ഞെടുക്കാം. പുളി നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റാം. എല്ലാം നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേപ്പിലക്കട്ടി തയ്യാറാക്കാം. അതിനായിട്ട് നമുക്കൊരു പാത്രം ചൂടാക്കി അതിലേക്ക് ചിരവി വെച്ചിരിക്കുന്ന തേങ്ങ, അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി, ഉഴുന്ന് എന്നിവ ചേർക്കാം. ആദ്യം നമുക്കിതൊന്ന് ചെറുതായി വറുത്തെടുക്കാം. തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. അടി കട്ടിയുള്ളൊരു പാത്രത്തിലാണ് നമ്മളിത് വറുത്തെടുക്കേണ്ടത്. വറുത്തെടുക്കാൻ എണ്ണയുടെ ആവശ്യമില്ല. തേങ്ങ വറുത്ത് അരച്ചെടുക്കുമ്പോൾ തേങ്ങയിലെ എണ്ണ കാരണം ചമ്മന്തി കൊഴിഞ്ഞു പോകാതിരിക്കാനാണ് നമ്മളിതിൽ ഉഴുന്ന് ചേർക്കുന്നത്. നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ഉഴുന്ന് ഒഴിവാക്കാവുന്നതാണ്. തേങ്ങ നന്നായി ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് കറിവേപ്പില ചേർക്കാം. വീണ്ടും വറുത്തെടുക്കാം. തേങ്ങ ഫ്രൈ ആയി ഒരു ഗോൾഡൻ നിറം വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് പുളി ചേർക്കാം, മല്ലിപ്പൊടി ചേർക്കാം, കുരുമുളക് പൊടി ചേർക്കാം, കായപ്പൊടി ചേർക്കാം. വീണ്ടും കൈവിടാതെ ഫ്രൈ ചെയ്തെടുക്കാം. കായത്തിൻ്റെ ടേസ്റ്റ് അധികം ഇഷ്ടമില്ലാത്തവർ 1/2 ടീസ്പൂൺ ചേർത്താലും മതി. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ എല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്യണേ. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ അടിച്ചുവിടാനും മറന്നു പോകരുതേ. തേങ്ങ ഒരു ബ്രൗൺ നിറമായി കഴിഞ്ഞാൽ അവസാനമായി ഇതിലേക്ക് മുളക് പൊടി ചേർക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. മുളക് പൊടി അധികം കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് അവസാനം ചേർത്തത്. മുളക് പൊടി ചേർത്ത് നന്നായി ഒന്ന് മിക്സായി വന്നു കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. സ്റ്റൗ ഓഫ് ചെയ്താലും ഒന്ന് ചൂടാറുന്നത് വരെ ഇത് ഇളക്കിക്കൊണ്ടിരിക്കാം. ഇനി നമുക്കിത് നന്നായി ചൂടാറിയ ശേഷം പൊടിച്ചെടുക്കാം. വറുത്തെടുത്തത് നന്നായി തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു ജാറിലേക്ക് മാറ്റാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഞാനിവിടെ 1/2 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിത് ഒരു മിക്സിയിൽ വെച്ച് പൊടിച്ചെടുക്കാം. പൊടിച്ചെടുക്കുമ്പോൾ ഇടയ്ക്കിടെ ഇളക്കി കൊടുക്കാൻ മറക്കരുത്. അതുപോലെ അധികം അരച്ച് പേസ്റ്റ് ആക്കരുത്. വേപ്പിലക്കട്ടി നമുക്ക് തരി പോലെ ആയാൽ മതി. വേപ്പിലക്കട്ടി നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു പരുവത്തിൽ കിട്ടിയാൽ മതി. ഇനി നമുക്കിത് നന്നായി തണുത്ത ശേഷം ഒരു കുപ്പിയിൽ അടച്ച് സൂക്ഷിക്കാം. അങ്ങനെ നമ്മുടെ വേപ്പിലക്കട്ടി റെഡി ആയിട്ടുണ്ട്. ചൂടുള്ള ചോറിൻ്റെ കൂടെ ഇത് കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. വയറ് നിറയെ ചോറിനാൻ വേപ്പിലക്കട്ടി മാത്രം മതി. ഇത് കുറേ നാൾ കേടുകൂടാതിരിക്കും. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് അവരുടെ അഭിപ്രായങ്ങൾ പറയണം. മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം.